കൂട്ടുകാരെ, നമ്മളിന്ന് നിൽക്കുന്നത് പുതുക്കുറിച്ചിയാണ്. പുതുക്കുറിച്ചി തീരത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് ഉള്ള മീനല്ല, ഇന്ന് നമ്മൾ ഒരു പ്രത്യേകതരം മീനെ തേടിയാണ് വന്നിട്ടുള്ളത്. ആ മീനാണ് കൂനി അഥവാ കൊഞ്ചെന്ന് പറയുന്നത്. ഇത് ഈ കടപ്പുറത്ത് മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ്. ആ മീനും കൊണ്ട് ഇപ്പോൾ ഒരു വള്ളം വന്നിട്ടുണ്ട്. ആ വള്ളത്തിൻ്റെ അടുത്തേക്കാണ് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. തീരത്ത് അങ്ങനെ കച്ചവടക്കാരെന്ന് പറയത്തക്ക ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേർ മാത്രമുള്ളത്. ഇതിനെ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ള കച്ചവടക്കാരാണ്. മറ്റ് മീനുകളൊന്നും ഇല്ല പ്രത്യേകിച്ച്. പക്ഷേ മാർക്കറ്റിൽ നല്ല വിലയുള്ള മീനും കൂടിയാണ് ഈ മീൻ. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു മീൻ തന്നെയാണ്. കരുവാടായിട്ട് നമ്മൾ ഉണർത്തിയെടുത്ത് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് മൊത്തം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ലേലം വിളിയും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂട്ടുകാരെ, ഈ തീരത്തെ കൂനി തീരമെന്ന് എടുത്തു പറയത്തക്ക കാരണം ഇവിടെ മത്സ്യബന്ധനത്തിന് കൂടുതലായി പോകുന്നത് ഈ കൂനിക്ക് വേണ്ടി മാത്രമായിട്ട് പോകുന്ന ഒരുപാട് വള്ളങ്ങളുണ്ട്. മറ്റു തീരങ്ങളിൽ എല്ലാ മീനിനെ തേടി പോകുന്ന പോലെ തന്നെ ഇവിടെ കൂനിക്കായിട്ട് സ്പെഷ്യലായി അവർ മടി തന്നെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മീൻ വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വന്ന വള്ളത്തിൽ ഏകദേശം ഒരു 4-5 കുട്ട മീൻ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അവർ ഈ വള്ളവും 2-3 വള്ളം നിറയിച്ച് ഏകദേശം 40, 50, 100 ഇങ്ങനെ കണക്ക് നിറയിച്ച് കുട്ട മീൻ ഇവർ കൊണ്ടുവന്നിട്ടുള്ളവരാണ്. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് സംഭവം. 3500, 3500, 3500. ഇന്നലെ പെട്ടതാണ്. എത്ര ചേച്ചി? 3 വിളിക്കാനാ. ഇന്നലെ പെട്ടതാണ്. ആരെയാണ്? 3000. അനിക്കും വിളിക്കാം, നിനക്കും വിളിക്കാം. 3000. ഈ നിങ്ങൾ കൊച്ചുപൊടി എടുത്ത് അതിനെ ഇല്ലാതെ ആക്കാതെ നല്ലോണം നിങ്ങൾ പോയി. നിങ്ങളെ കണ്ടിട്ട് മതിയായി. നിങ്ങൾ 4-5 പെണ്ണുങ്ങൾ വന്ന് ഒരു കുഴപ്പമില്ല, ചുറ്റിയിരുന്നാ മതി. വെള്ളം അനിയ ഇപ്പുറത്ത് വേണം. 3100 കുറപ്പൊന്നുമില്ല, പറഞ്ഞേട്ടല്ലേ. 100, 200, 300, 3200, 3200, 3300, 3300, 3300. ചില്ലറ ഒന്നും കൊടുക്കല്ലേ, 3300, 3300, 3300. വലിയ ചേച്ചി രണ്ട് വിളിക്കിട്ട് സമാനപ്പെട്. എത്ര രൂപ പോയ കൊഞ്ചുപൊടി? അത് നിങ്ങള് വന്നിട്ട് അതെന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഈ കണ്ടല്ലേ സാധനം. 3300. ഈ ചേച്ചി ഒരു പൊടി ചടങ്ങുവിനെ ഈ മീന് വിളിച്ച് കൊടുക്കുന്നുണ്ടാവും. 3400 കൊടുക്കല്ലേ? 3400, 3400, 3400. അനിയേ, നിനക്ക് മീന് വേണ്ടേ? വിലണ്ടെന്ന് വരാം, മുത്ത് വരാം. ഇനി നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. 3500 മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കരുത്. ഞങ്ങൾ ചുമ്മാ കൊണ്ടുവന്ന ഇത് കൊല്ലത്ത് കൊണ്ട സാധനമാണ്. ഇന്നലെ ഞങ്ങൾ എത്ര രൂപ സാധനം 5 ലക്ഷം ചെയ്യാൻ പറ്റും. ചേച്ചി ഇലനുള്ളി കാണിക്കണേ. പറഞ്ഞല്ലോ, കൊടുക്കുമ്പോ ചോദിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞല്ലോ. 3500. വള്ളക്കാരൻ പറഞ്ഞല്ലേ, കൊടുക്കുമ്പോ ചോദിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞല്ലോ. നമ്മൾ അതേ ചെയ്യുള്ളൂ. 3500. ഇവിടെ 4500. അപ്പൊ സമയത്തിനല്ലേ ഫസ്റ്റ് ഉള്ളു. എന്താ ഉള്ളു? 4000 കിട്ടിയുള്ളൂ. പിന്നെ ഇരിക്കട്ടെ, പോയി. നിങ്ങൾ 3 വിളിക്കണ്ട. 3500. കൂട്ടുകാരെ, ഒരു കുട്ട മീനാണ് 3500 രൂപ വില വിളിച്ചവർ നിൽക്കുകയാണ്. വില ഒതുങ്ങാതെ കച്ചവടക്കാരും വള്ളക്കാരും തമ്മിൽ ചെറിയ തർക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. മീന് വില ഇനി നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും.
കൂട്ടുകാരെ, അങ്ങനെ അവസാനം വഴക്കും തർക്കത്തിനൊടുവിൽ 3,600-നാണ് ഒരു കുട്ട മീനിൻ്റെ വില അവർ ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് മീൻ കുറഞ്ഞ വിലയ്ക്കാണ് കച്ചവടക്കാർ കിട്ടിയിട്ടുള്ളത്. കാരണം നേരത്തെ വിറ്റിട്ടുള്ള വിലകളെ അപേക്ഷിച്ച് 4,000-5,000 രൂപ വില പോയ മീനാണ് ഇപ്പോൾ ഇതിന് മാർക്കറ്റ് കുറഞ്ഞ അവർ റേറ്റിൽ എടുത്തിരിക്കുന്നത്. ഇത് കച്ചവടക്കാർക്ക് ലാഭമായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇതിനെ തേടി ഇവരിവിടെ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ ഇത്രയും കാരണം എന്ന് ഞാൻ എടുത്തു പറയത്തക്കത്. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഏകദേശം തീരാറായിട്ടുണ്ട്. കാരണം നമുക്കിത് കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പുതുക്കുറിച്ചി തീരത്തെക്കുറിച്ചുള്ള വിശേഷവുമായി ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നിർത്തിയാണ്. എല്ലാവർക്കും ഒരു ഹായ്.